ലൂക്കോസ് 1:52. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. യേശുവിൻ്റെ അമ്മ മറിയയും തൻ്റെ ചാർച്ചക്കാരിയും യോഹന്നാൻ സ്നാപകൻ്റെ അമ്മയായ എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ മറിയ പറഞ്ഞ വാക്കുകളാണ് നാം ഇവിടെ വായിച്ചത്. രണ്ടു സ്ത്രീകളെക്കുറിച്ചുമുള്ള ദൈവിക പദ്ധതി വെളിപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ കണ്ടതാണ്. മറിയ തൻ്റെ തിരഞ്ഞെടുപ്പിൽ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു. മറിയ പറയുന്നു, ദൈവം എൻ്റെ താഴ്ച കടാക്ഷിച്ചു എന്ന്. അവളുടെ താഴ്മയെ ദൈവം അംഗീകരിച്ചെന്നാകാം. തൻ്റെ സമൂഹത്തിലെ തനിക്കുള്ള താഴ്ന്ന നിലവാരത്തെക്കുറിച്ചാകാം പറഞ്ഞത്. എന്താണെങ്കിലും ദൈവത്തിൻ്റെ അത്യപൂർവ തിരഞ്ഞെടുപ്പിന് മറിയ പാത്രീഭൂതയായി. നമുക്കറിയാം, ഏതൊരു ജനാധിപത്യ ഭരണം ഉള്ളിടത്താണെങ്കിലും ഭരണകൂടങ്ങൾ മാറി മാറി വരും. ഒരു കാലഘട്ടം ഒരു കൂട്ടർ ഭരിച്ചാൽ പിന്നീടൊരു കാലഘട്ടം അവർക്ക് പുറത്തിരിക്കേണ്ടി വരും. ദൈവവും ചില അവസരങ്ങളിലൊക്കെ പ്രഭുക്കന്മാരെ താഴെ ഇറക്കി താണവരെ ഉയർത്താറുണ്ട്. ഇയ്യോബ് 5:11 അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു എന്ന് നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ നമുക്ക് താഴ്മയായി ജീവിക്കുവാൻ സാധിക്കില്ല. സദൃശ്യവാക്യങ്ങൾ 22:4 താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനും ആകുന്നുവെന്ന് നാം വായിക്കുന്നു. 1 പത്രോസ് 5:6 തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിനെന്ന് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ആട്ടിടയനായിരുന്ന ദാവീദിനെ രാജപദവിയിലേക്ക് ദൈവം ഉയർത്തി. എസെക്കിയേൽ 21:26 ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും, അത് അങ്ങനെ ഇരിക്കുകയില്ല, ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു. ഗർവവും നിഗളവുമുള്ളതിനെയൊക്കെ ദൈവം നിലംപരിചാക്കി കളയും. കാരണം ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ സകലതും മറന്ന് അഹങ്കരിക്കുന്നവരുണ്ട്. എന്നാൽ അവരെ കാണുന്നൊരു ദൈവമുണ്ടെന്ന് അവർ മറന്നുപോകുന്നു. യാക്കോബ് 4:10 കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവിൻ, അവൻ നിങ്ങളെ ഉയർത്തും എന്ന് നാം വായിക്കുന്നു. അങ്ങനെ താഴ്ത്തി ഏൽപ്പിച്ച മറിയയാണ് ദൈവം തലമുറകൾ ഭാഗ്യവതിയെന്ന് വിളിക്കത്തക്ക രീതിയിൽ ഉയർത്തി മാനിച്ചത്. നമുക്കും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒതുങ്ങിയിരിക്കാം. തക്ക സമയത്ത് ഉയർത്തേണ്ട ഇടത്ത്, ഉയർത്തേണ്ടവരുടെ മുൻപിൽ, ഉയർത്തേണ്ട രീതിയിൽ ദൈവം നമ്മെയും ഉയർത്തി മാനിക്കും. നമ്മളായി ഉയർച്ചയ്ക്കായി പരിശ്രമിക്കേണ്ടതില്ല. സർവശക്തനായ ദൈവം അത് ഏറ്റവും ഭംഗിയായി ചെയ്തെടുക്കും. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, എല്ലാ നല്ല ദാനങ്ങളുടെയും ഉറവിടം അങ്ങായതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.